السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ അവന്റെ സുഖലോകസ്വർഗ്ഗം ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ വിഷയം പ്രവാചകത്വത്തിനെ കുറിച്ചുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അല്പം കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായാണ് ഇത് അവതരണമുണ്ടാക്കിയത്. ഖുർആൻ ആശയത്തെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഇത് കാണിക്കുക എന്നതും അത് മനഃപ്പാഠമാക്കുന്നതിന് സൗകര്യമൊരുക്കുക എന്നതും ഈ അവതരണ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ദൈവീക ഗ്രന്ഥമാണെന്ന് അനിഷേധ്യമായ നിരീക്ഷരനായ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത പഠനാവിശാർത്ഥത്തിന് മക്ക വിട്ട് യാത്ര പോലും ചെയ്യാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഹിത്യത്തിന്റെ എല്ലാ ചെരിവുകളും ഒത്തിണക്കിയ ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ എല്ലാ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ തുടങ്ങിയ ചരിത്ര കുടുംബത്തെ നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ്. അതുമാത്രമല്ല, സാമ്പത്തിക സംസ്കരണ, രാഷ്ട്രീയ മീമാംസം ഉൾപ്പെടെ നാനാന്തര വിജ്ഞാനങ്ങളും അടങ്ങിയ ഒരു മഹത്തായ ഗ്രന്ഥം എങ്ങനെ സ്വന്തമായി രചിച്ചു എന്ന് ആശയം മാത്രം മതി ഇതിന് തെളിവ്. അതുമാത്രമല്ല, 1500ഓളം വർഷങ്ങളായി ഒരു ശാസ്ത്രജ്ഞനും എതിരില്ലാത്ത ഒരു വൈദ്യനും പോലും തെളിയിക്കാനാവാതെ, കാലികമായി എന്തെങ്കിലും തിരുത്താനോ എഡിറ്റിംഗ് വിധേയമാകാതെ കാലാതിവർത്തിയായി മുന്നേറുക തന്നെയാണ് വിശുദ്ധ ഖുർആൻ. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയൊരു മുഅ്ജിസും കൂടിയാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എന്താണ് മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ എന്ന് അറിയാൻ വേണ്ടി അമാനുഷിക കാര്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മുഅ്ജിസ് എന്ന് പറയുന്നത്. ആ മുഅ്ജിസ് പരിഗണിക്കാൻ പണ്ഡിതന്മാർ പറയുകയാണ് 5 നിബന്ധനകളുണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ആ കാര്യം അല്ലാഹുവിന് സാധിക്കുന്ന കാര്യമായിരിക്കണം. അതായത് ഒരാൾ സാധാരണ ചെയ്യുന്ന കാര്യത്തെ മുഅ്ജിസായി പരിഗണിക്കാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരാൾ ചലിക്കുകയും നിശ്ചലനാവുകയും ചെയ്തുകൊണ്ട് ഇതാണ് എന്റെ മുഅ്ജിസിന് തെളിവെന്ന് ഒരാൾ വാദിച്ചാൽ അതും തീരെ അംഗീകരിക്കാൻ പറ്റുകയില്ല. പതിവിന് വിപരീതമായ കാര്യമായിരിക്കണം. അതായത് സൂര്യനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, അതവൻക്ക് മാത്രമേ സാധിക്കൂ. എന്നാൽ ഒരാൾ സൂര്യൻ കിഴക്കുനിന്ന് ഉദിക്കുന്നതും അത് പടിഞ്ഞാറ് അസ്തമിക്കുന്നതുമാണ് എന്നൊരാൾ വാദിച്ചാൽ അതും തീരെ അംഗീകരിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പതിവിന് വിരുദ്ധമായ അമാനുഷിക കാര്യങ്ങൾ നബിയാണെന്ന് വാദിക്കുന്നയാൾ അത് സംഭവിക്കുകയും അവിടെ വാദിക്കുകയും ചെയ്യണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വരണ്ട കിണറ്റിൽ തങ്ങൾ ഉമ്മനീര് ചേർക്കുമ്പോൾ അതറിഞ്ഞ കള്ളപ്രവാചകനായ ഉസൈലിമ എന്നയാൾ വെള്ളമുള്ള കിണറ്റിൽ ഉമ്മനീര് നിറക്കുകയാണ്. പക്ഷേ അവിടെ നടന്നത് മറിച്ചാണ്. അവിടെ സമൂഹം അംഗീകരിച്ചില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.